പിന്നെ ഇവർ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ ഹരാസ്മെൻറ്റിൽ പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ആ കുട്ടിക്കുണ്ടോ എന്ന് തന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഈ കുട്ടി പിറവം ടൗണിൽ തന്നെ വരുന്ന കിഡ്സിലാണ് പ്ലേ സ്കൂൾ മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്നത്. ആ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ ഈ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണ് എന്ന് അന്വേഷിച്ചറിയാം. അതുപോലെ അച്ഛൻ നടത്തുന്ന എലഞ്ഞി സെൻറ്റ് ഫിലോമിന സ്കൂളിലാണ് അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഈ കുട്ടി അവിടെ പഠിച്ചത്. സാധാ അവിടുത്തെ ഒരു നിയമപ്രകാരം ഒരു വർഷത്തിൽ കൂടുതൽ ഒരു വിദ്യാർത്ഥിയെ ചെയർപേഴ്സണാക്കി ആ സ്കൂളിൽ നിലനിർത്താറില്ല. പക്ഷേ മിഷേൽ മിടുക്കിയായതുകൊണ്ട് ആ സ്കൂളിൽ 2 ടേം ആ കുട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കുകയും അതുപോലെ ഇവരുടെ ഇടവകയായ കർമ്മേൽക്കുന്ന് പള്ളിയിൽ അവിടെ 12ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ ആക്ടിവിറ്റീസിലും പള്ളിയുമായി ബന്ധപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു ഈ കുട്ടി. അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇതുപോലെ ജനങ്ങളുമായി എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇവിടെയുള്ളത്. അത് ഈ വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ, കാരണം ഇതുപോലെയുള്ള ഒരു ഇഷ്യൂ നമുക്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഒരു സമ്മതമാണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കവർ ചെയ്യുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് പലതും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാണിക്കാൻ സാധിക്കുമെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുക കൂടിയാണ് ഇന്നത്തെ കാലത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇവിടെ വീട്ടിൽ കുട്ടി 3 മണിക്ക് വീട്ടിൽ മമ്മിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ബുക്ക് വീട്ടിൽ നിന്ന് എടുക്കാനുണ്ട് എന്ന് പറയുകയും മമ്മി ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തതാണ്. ഈ കുട്ടിക്ക് ചക്കവറുത്താണ് ഏറ്റവും ഇഷ്ടം. അന്നേരം വീട്ടിൽ ചക്ക വറുത്തത് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മമ്മി തിരിച്ചു പറഞ്ഞത് ഞാൻ നാളെ പപ്പേനെ ചക്ക വറുത്തവുമായിട്ട് അങ്ങോട്ട് വിടാമെന്നാണ്. കാരണം ബുക്ക് എടുക്കാൻ വീട്ടിലേക്ക് വരേണ്ട ഒരു കൊച്ചു പോയി പെട്ടെന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോലും ഈ കുട്ടി 1 വർഷം മുമ്പാണ് ഇവിടെ എറണാകുളത്ത് പോയി CAക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന് മുമ്പ് പിറവത്തെ എലഞ്ഞി ഉൾപ്പെടെയുള്ളതാണ്. ഇവർ കുടുംബമായിട്ട് എറണാകുളത്ത് പോയി ഈ കുട്ടിക്ക് പരിചയമില്ല. ആത്മഹത്യ ചെയ്യാനായിട്ട് ഗോശ്രീ പാലോ അല്ലെ വെണ്ടുരുത്തി പാലോമോ എന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഈ കുട്ടിക്ക് കഴിയുമോ? അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ ബോഡിയിൽ വെള്ളത്തിൻ്റെ അംശം ആ കുട്ടി കുടിച്ചിട്ടില്ലായിരുന്നു. ഞാനും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും അറിയാൻ സാധിച്ചത് ആരെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോയിസൺ അടിച്ചാൽ മാത്രമാണ് ആ കുട്ടിക്ക് അവരുടെ ബോഡിയിൽ ഇതില്ലാതെ വരുള്ളൂ. കാരണം പോയിസൺ അടിച്ചതാണെങ്കിൽ തന്നെ ആരാണ് ഈ കുട്ടിക്ക് പോയിസൺ കൊടുത്തത്? പാതിരാത്രിക്ക് ഇവർ 8 മണി 11 മണിയോട് കൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസ് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയായിരുന്നെങ്കിൽ എറണാകുളം പോലെയുള്ള ഒരു ടൗണിൽ ഈ കുട്ടിയെ കണ്ടെത്തുവാനായിട്ട് വലിയ പ്രയാസമില്ലായിരുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ അനൂപ് ജേക്കബ്, പോലീസ് എന്തിനാണ് ഇങ്ങനെ ഒരു ധൃതി ഇക്കാര്യത്തിൽ കാണിച്ചത്? ആത്മഹത്യയാണ് ഈ സംഭവം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ, ആരെയും സംരക്ഷിക്കുവാൻ എന്തായാലും പോലീസ് ശ്രമിച്ചു എന്ന ഒരു ആരോപണം ഇല്ലല്ലോ. ഈ കേസിന് പുറകെ പോകേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സന്ദർഭമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സമയമായിട്ട് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് ഞാനും പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. ഇതിൻ്റെ അകത്ത് ഒന്ന്, ഇപ്പോൾ മിഷേലിൻ്റെ ഫാദർ ഇവിടെ സൂചിപ്പിച്ച പോലെ രാത്രി ചെന്നപ്പോൾ കേസ് എടുക്കാനോ അന്വേഷിക്കാനോ തയ്യാറാവാതിരുന്നത് രാത്രിയാണ് എന്ന നിലയിലുള്ളൊരു ഉഴപ്പൻ ചിന്ത പോലീസുകാർക്കുണ്ടായോ എന്നത് വേണം അനുമാനിക്കാൻ. ഒന്നത്. 2, ഇക്കാര്യത്തിൽ ഇതൊരു ആത്മഹത്യയാണ്, ഡ്രൗണിങ് ആണ് എന്ന് പറഞ്ഞ് അതങ്ങ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ അങ്ങനെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാനന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് വളരെ സംശയങ്ങളുണ്ട്. സംശയങ്ങൾ പറയുന്നത് സ്വന്തം അപ്പനും അമ്മയാണ്. അപ്പോൾ അവർക്കറിയുന്നിടത്തോളം ഇവർക്കാർക്കും അറിയില്ല. അപ്പോൾ ഒരു വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ആ കുട്ടിയെ സംബന്ധിച്ചില്ല എന്നുള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനും സംസാരിച്ചത്. അപ്പം അവർ പെട്ടെന്ന് നിഗമനങ്ങളിലേക്ക് എത്തി കേസ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രത കാണിക്കുമ്പോൾ അവിടെയാണ് ദുരൂഹതകൾ ഉയരുന്നത്.
ഇപ്പം ഞാനിപ്പോൾ ഒരു അടച്ചാക്ഷേപിച്ചു പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വേണ്ട നിലയിലുള്ള ഒരു ശുഷ്കാന്തി ഉണ്ടായില്ല എന്നത് വളരെ ശക്തമായി തന്നെ. പക്ഷേ അനൂപ് ജേക്കബ് അങ്ങനെ ആക്ഷേപിക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഇക്കാര്യത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് മെബിൻ ബേബി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഞാനും മനസ്സിലാക്കിയിരുന്നത് പോലീസാണ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത് എന്നാണ്. പക്ഷേ അതല്ല, ഇവർ തന്നെ ശേഖരിച്ച് അത് പോലീസിന് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസ് അതിന് പോലും തയ്യാറായില്ല. കൊച്ചി നഗരത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായി. അതിനുശേഷം അവരുടെ മൃതദേഹം കണ്ടുകിട്ടിയ സംഭവത്തിൽ ഈ പെൺകുട്ടി എവിടെ പോയി എന്ന് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നുവല്ലോ ഈ CCTV ദൃശ്യങ്ങൾ. കൊച്ചി നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടല്ലോ CCTVകൾ. എന്നിട്ട് പോലും ഇക്കാര്യം അന്വേഷിക്കുവാൻ പോലീസ് തയ്യാറായില്ല. അതിനാൽ തന്നെ കടുത്ത ആക്ഷേപം തന്നെ ഇക്കാര്യത്തിൽ ഉന്നയിക്കാവുന്നതാണ് താങ്കൾക്ക്. അല്ല, ഞാനത് പറഞ്ഞല്ലോ, ഞാനതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, അന്ന് ഞായറാഴ്ച വൈകിട്ട് ചെല്ലുമ്പോൾ ഈ വിഷയം അന്ന് അവർ നോക്കിയിരുന്നുവെങ്കിൽ ഇത് ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ട്രാജഡി ആയിരുന്നു. ഞാനത് ആദ്യമേ പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ ബാക്കി TV-കൾ നോക്കാൻ പറ്റുമോ, ബാക്കി ക്യാമറാസ് ഇല്ലേ, നിങ്ങളുടെ ക്യാമറാസ് നിങ്ങൾ നോക്കിയോ? അപ്പോൾ അവർ പറയുന്നത് വളരെ ഉഴപ്പായൊരു മറുപടിയായിരുന്നു. ക്യാമറാസ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല, കാരണം ക്യാമറാസ് ഒന്നും ട്രാഫിക് ക്യാമറകളൊന്നും വർക്കിംഗ് അല്ല എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്, പോലീസിൽ നിന്ന് കിട്ടിയത്. കാരണം മെട്രോ റെയിലിൻ്റെ വർക്ക് കിടക്കുകയാണ്, അതുകൊണ്ട് ആ ക്യാമറാസ് ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾക്ക് വേഗത കുറവുണ്ടായി. ആ വേഗത കുറവ് ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് വന്ന അന്വേഷണത്തിൽ ഇതുവരെ ഇക്കാര്യത്തിൽ ചില ആക്ഷേപങ്ങൾ ചില വ്യക്തികൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അത്തരക്കാരെ ഇതുവരെ വിളിപ്പിക്കാനോ അതിനെ സംബന്ധിച്ച് ബാക്കി തുടരന്വേഷണങ്ങളിലേക്ക് പോകാൻ കഴിയാതെ പോയിരിക്കുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായ ശുഷ്കാന്തി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത്, ഇതിൻ്റെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കൃത്യമായ നിലയിൽ അന്വേഷണം ഉണ്ടാവണം. ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം. അതിനൊരു ഉണർന്ന ഒരു പ്രവർത്തനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനകത്ത് ഗവൺമെൻറ് ശ്രദ്ധയിലെ കാര്യം ഉണ്ടാവണം. ഇത് ഇന്നൊരു കുട്ടിക്ക് സംഭവിച്ചു, നാളെ മറ്റൊരു കുട്ടിക്ക് സംഭവിക്കാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊന്നല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നേരെ ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് വളരെയേറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി കേസുകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ആനുകാലികം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. എനിക്ക് ഇന്ന് പലരും എന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോൺ കോൾസ് വരുന്നു. ഈ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള വിഷയങ്ങളെല്ലാം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച സമയത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന വീരവാദം മുഴക്കിയ മുഖ്യമന്ത്രിയുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇത്തരം ഒരു സംഭവം കൊച്ചി നഗരത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ അത് പറഞ്ഞു വന്നത് എപ്പോഴേ ഫോൺ കട്ടായി പോയത്. 8-ാം തീയതി ഞങ്ങൾ ഈ വാളയാർ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം അന്ന് നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ചു. ആ കുട്ടികൾ കൊല്ലപ്പെട്ടതാണ്. ആ കുട്ടികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ അടിയന്തര പ്രമേയം. അന്ന് ഞാൻ ഈ മിഷേലിലെ വിഷയം ഞാൻ നിയമസഭയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ വാക്കിതാണ്, ഒരു പെട്ടെന്ന് കൺക്ലൂഷൻസിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ്, ഇപ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും നൽകുന്ന മറുപടി ഇതാണ്, ഇപ്പോൾ ഇത്തരത്തിൽക്കാരുടെ രജിസ്റ്റർ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റേഷനുകളിൽ, അതായത് പെൺകുട്ടികളെ സ്ഥിരമായി ഉപദ്രവിക്കുന്നവർ, പീഡിപ്പിക്കുന്നവർ, അത്തരക്കാരുടെ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. പോലീസിൽ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കും. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലൂടെ പോയി കഴിഞ്ഞാലൊന്നും അതിനകത്ത് വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് കഴിയുന്നില്ല. ഇവിടെ നമുക്ക് വേണ്ടത് ആക്ഷനാണ്, ക്വിക്ക് ആൻഡ് സ്റ്റേൺ ആക്ഷൻസ്. അത് നിർബന്ധമായിട്ടുണ്ടാവണം. അക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഞായറാഴ്ച വൈകുന്നേരം പോലീസ് കാണിച്ച ഒരു നിഷ്ക്രിയത്വമാണ് ഈ ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു ദുരന്തം എന്നത് ഞാൻ പറയുമ്പോൾ, അവിടെ വേണ്ടത് ഗവൺമെൻറ് ചെയ്യേണ്ടത് പോലീസിനെ ആക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഒരു കുട്ടിക്ക് സംഭവിച്ചു, നാളെ മറ്റൊരു പിതാവ്, മറ്റൊരു അമ്മ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതേ മറുപടി നാളെ ഒരു പോലീസുകാരനും ആർക്കും കൊടുക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വളരെ നീതിയുക്തമായ ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതിൻ്റെ ദുരൂഹതകൾ അവസാനിപ്പിക്കാൻ കഴിയണം. അതിൻ്റെ സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ശരി, ഞാൻ ഇടപെടുകയാണ് അനൂപ് ജേക്കബ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം അനൂപ് ജേക്കബ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പാലാരിവട്ടത്തു നിന്നാണ് ഈ പെൺകുട്ടി യാത്ര തുടങ്ങിയത്. കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ ഇറങ്ങി. ഈ CCTV ദൃശ്യങ്ങൾ, പള്ളിയിലെ CCTVയിലെ ദൃശ്യങ്ങളാണ്. അത് ഇവർ തന്നെ, പെൺകുട്ടിയുടെ കുടുംബവും അവരുടെ ബന്ധുക്കളും ചേർന്ന്
എടുത്തിട്ടാണ് ഇത് പോലീസിന് നൽകുന്നത്. അല്ല പോലീസ് കണ്ടുപിടിച്ച് വലിയ കാര്യമാക്കിയതൊന്നുമല്ല. പോലീസ് നൽകിയ വിശദീകരണമാകട്ടെ തങ്ങളുടെ നിരീക്ഷണ ക്യാമറകൾ കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന്. അതായത് മെട്രോ റെയിലിൻ്റെ പണി നടക്കുന്നതുകൊണ്ട്, അതായത് പാലാരിവട്ടം മുതൽ കലൂർ മുതൽ പിന്നെ അങ്ങോട്ട് ജോസ് ജംഗ്ഷൻ, തേവര, അത് കഴിഞ്ഞ് തോപ്പുംപടി, അവിടെ വരെ പോയി അവിടെ നിന്നാണ് അവസാനം മൃതദേഹം കണ്ടെത്തുന്നത്. ഈ വഴികളിലൊന്നും പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കണം? ഇല്ല, ഇതിനകത്ത് എന്തായാലും ശരി കേരള പോലീസിൻ്റെ കാര്യക്ഷമത വളരെ കുറഞ്ഞു വരികയാണ്. കാരണം ആൾക്കാരോടുള്ള സംസാരം തന്നെ എന്ത് നോക്കിക്കോളൂ, എന്ത് വളരെ ലാഘവബുദ്ധിയോടെയാണ് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പേരൻസിൻ്റെയൊക്കെ വേദനകൾ, അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ വളരെ ലാഘവബുദ്ധിയോടെ പറയുക. രണ്ടാമത് ഒരു 4-5 ദിവസം കൊണ്ട് ഒരു കൺക്ലൂഷനിലെത്തുക. ഈ ഡ്രൗണിംഗ് ആണ് എന്നൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ തന്നെ നല്ലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് അതേപടി വിശ്വസിക്കണമെന്നുള്ള മറ്റുള്ള സാഹചര്യങ്ങളും നോക്കിയിട്ട് വേണം ആ ഒരു കൺക്ലൂഷനിലെത്താൻ. ഇതിനകത്ത് ഇപ്പം കുട്ടിയുടെ പിതാവും വീടിനടുത്തുള്ള ആളും അവർ നമ്മൾ പറഞ്ഞനുസരിച്ച് ഈ കുട്ടി വളരെ സ്മാർട്ടായ ഒരു കുട്ടിയാണ്. ഒരു കാലത്തും ഒരിക്കലും ആത്മഹത്യക്ക് പോകുന്ന ഒരു കുട്ടിയല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഇല്ല. പിന്നെ എങ്ങനെ വെള്ളത്തിൽ വീണു എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ വീണതിനെ പറ്റിയും വരെ സംശയം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പോലീസ് ഇത് വളരെ കാര്യക്ഷമതമായി അന്വേഷിക്കണം. ഈ കുട്ടി ഈ 6:30-ക്ക് ശേഷം എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു, അതുപോലെ ആ മുക്കോരെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം തന്നെയാണ്. ആ കുറേ മണിക്കൂർ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ കയ്യിലും കാലിലുമൊക്കെ ഈ സ്കിന്ന് ഞൊറിയും. ആ വ്യത്യാസമൊന്നും കാണുന്നില്ല. കാരണം അവർ എത്രയോ നാൾ ചെറുപ്പം മുതലേ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരുടെ ആ നിരീക്ഷണം വളരെ, അതുപോലും പോലീസ് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒരു ഡ്രൗണിങ് എന്ന് ഫോറൻസിക് ഡോക്ടർ പറഞ്ഞാൽ തന്നെ അത് മുഴുവൻ ഉൾക്കൊള്ളണമെന്നില്ല, സാഹചര്യം നോക്കണം. ഇപ്പം വാളയാർ കേസിനകത്ത് അത് പറയാമല്ലോ അല്ലേ, വാളയാർ കേസിനകത്ത് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിനിടയാക്കിയത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യം പോലും. വാളയാർ കേസിനകത്ത് ഞാൻ നേരത്തെ കുറേ ചാനലിൽ ഞാനത് പറഞ്ഞു. അതിനകത്ത് വളരെ 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് കുരുക്കിടാൻ അറിയാമോ ഇല്ലയോ എന്നാണ് എനിക്ക് സംശയം. അതൊന്ന്. ആ നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തുകയാണ്. അല്ല, അത് 9 വയസ്സുള്ള കുട്ടിക്ക് കുരുക്കിടാൻ ആ ഒരു നോട്ട് കഴുത്തിൽ മുറുകുന്ന ഒരു നോട്ട് ഇടാൻ അറിയാമോ ഇല്ലയോ എന്ന് അത് എനിക്ക് വലിയ സംശയമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 3 അടി പൊക്കമുള്ള ഈ കുട്ടി 9 അടി 10 അടി ഉയരത്തിൽ എങ്ങനെ കയറ് കിട്ടും, എങ്ങനെ കയറും? അപ്പോൾ അത് ഈ കുട്ടിയെ ഒരാൾ കയറ് ചുറ്റി മുറുക്കിയിട്ട് തൂക്കിയാലും ആ കുട്ടി തന്നെ തൂക്കിയാലും ഒരേ സിംറ്റം തന്നെ കഴുത്തിൽ കാണിക്കും. ഒരേ സിംറ്റമാണ് കാണിക്കുന്നത്. ഈ ഉയര വ്യത്യാസമൊന്നും ഇപ്പോൾ പോലീസിന്റെ പരിഗണനയിലില്ല. ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലെ ഈ സംഭവത്തിലും. അല്ല, ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കേസുകളിലെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ ഇവിടുത്തെ കേസ് ഒരു ആത്മഹത്യയാണ്, അത് പൊതുജനങ്ങളും മറ്റ് ഉള്ള ഫോറങ്ങളൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അതൊരു ലോജിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ തന്നെയും ആ കുട്ടിക്ക് കുരുക്കിടാനുള്ള കാര്യം അതൊരു പ്രശ്നം. രണ്ടാമത്തെ സംഖ്യ ഹൈറ്റിൻ്റെ പ്രശ്നം. പിന്നെ ആ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുമ്പം പോലീസിന് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഡിസ്പോസലിലോട്ട് ഇത് എത്താൻ? ഇക്കാര്യത്തിലും ഈ എറണാകുളം സംഭവത്തിലും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണത്തിലും സാങ്കേതിക വിദ്യകളുടെ സഹായം തേടുവാൻ പോലും പോലീസ് ശ്രമിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. ചിലപ്പോൾ പോലീസിന്റെ നിഗമനം ശരിയായി മാറുമായിരിക്കാം എന്ന് വന്നാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ആദ്യം തന്നെ ഈ കേസ് വന്നപ്പോൾ തന്നെ, ഈ ഒരു പരാതി വന്നപ്പോൾ തന്നെ പോലീസ് നിഷ്ക്രിയമായി പ്രവർത്തിച്ചു. അവർ ഒന്നും ചെയ്തില്ല. അപ്പോൾ തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ മരണം തന്നെ ചിലപ്പോൾ ഒഴിവാക്കാമായിരുന്നു. അതിനുശേഷമാകട്ടെ അത് മൂടി വെക്കുവാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അല്ല, പോലീസ് എന്ത് വന്നാലും ശരി, ഏത് കേസായാലും ശരി, പ്രാഥമികമായിട്ട് അവരുടെ മനസ്സിൽ തോന്നുകയാണ് ഇതൊരു ഡ്രൗണിങ് കേസാണെന്ന് ആണെങ്കിൽ തന്നെ ഇതുപോലെയുള്ള CCTV ദൃശ്യങ്ങൾ, സാങ്കേതിക വശങ്ങൾ പോലീസ് മുഴുവൻ പരിശോധിച്ച ശേഷം അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. ഈ കുട്ടിയുടെ പുറകെ പിന്നാലെ ഒരു ബൈക്കിൽ 2 പേര് വന്ന ഒരു കഥ വന്നിട്ടുണ്ട്. അത് CCTV ദൃശ്യത്തിൽ കാണുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ കുട്ടിയുടെ പുറകിൽ ഒരാൾ പോയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അത് ആരാണെന്ന് കണ്ടെത്തി അത് എലിമിനേറ്റ് ചെയ്ത ശേഷം അപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് കാണില്ലേ? അല്ലാതെ ഈ പോലീസ് പറയുന്നത് പോലെ, ഇപ്പോൾ ശ്രീ അനൂപ് ജേക്കബ് പറഞ്ഞതുപോലെ അവിടെ നിരീക്ഷണ ക്യാമറകൾ ഇല്ല എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുമോ പോലീസ്? ഇപ്പോൾ പോലീസിന് നിരീക്ഷണ ക്യാമറകൾ മാത്രമല്ലല്ലോ, പല സ്ഥാപനങ്ങളുടെ നിരീക്ഷണ ക്യാമറകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത ദൃശ്യവും അവർക്ക് പരിശോധിക്കാവുന്നതല്ലേ? ഈ പെൺകുട്ടി ഇപ്പോൾ കലൂരിൽ നിന്ന് യാത്രയായി അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം എവിടെയാണ്, ബസ്സിൽ കയറി പോയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ പോലീസിന്
നിരീക്ഷിക്കാവുന്നല്ലേ? മാത്രമല്ല അത് പോലീസ് ചെയ്ത് കാണുകയില്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ഈ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? ഈ കേസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ CCTV ദൃശ്യം തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സംഘടിപ്പിച്ചെടുത്ത ആണ്. നമുക്കറിയാവില്ല, നടിയുടെ കേസിനകത്ത് എത്ര ആ വഴിക്കുള്ള എല്ലാ കടകളിലുള്ള എത്രയോ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടില്ലേ, ഒരൊറ്റ CCTV ദൃശ്യത്തിലാണ് പത്തനംതിട്ടയിൽ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരൊറ്റ CCTV ദൃശ്യമാണ്. അപ്പം ഈ കുട്ടിയെ കാണാതെയാകുന്ന ആ പള്ളിയുടെ അവിടെ മുതൽ എത്രയോ സ്ഥലത്ത് ഈ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്തുള്ള ആ ഒഴുക്കിനനുസരിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങൾ നോക്കണം. കാരണം അതിനകത്ത് ചില വിലപിടിപ്പുള്ള ചില തെളിവുകൾ ചിലപ്പോൾ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. പോലീസിന് നിഗമനം തെറ്റാൻ വരാൻ സാധ്യത.